അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. അല്ല സണ്ണു, നമ്മൾ എന്തിനാണ് തിരിച്ചു വന്നത്? അപ്പോൾ നീണ്ട 4 മാസത്തെ ഇടവേളകൾക്ക് ശേഷം നമ്മൾ ദുബായിൽ നിന്നും UAE നിന്നും ഫൈൻ ഞാൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്ത് സംഭവം ഇല്ലെങ്കിൽ നമ്മൾ 4 മാസത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പൊ ഈ വ്ലോഗ് നമ്മ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന്റെ മാത്രല്ല, നമ്മ പോകുന്നത് എങ്ങനെ അറിയോ? എയർപ്ലെയിൻ അല്ല, ഞാന് ഈ ദുബായില് വരാൻ തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ ഉമ്മാട് പറയാനുള്ള പോക്ക്. ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്, സർപ്രൈസ് ആക്കാൻ പോവുകയാണ്. എക്സ്പ്രഷൻ ഒന്നും വരാനൊന്നും ചാൻസ് ഇല്ല. അല്ല ചെന്നു, സെനാന്റെ പേരിലും പറഞ്ഞിട്ട് എന്റെ പേരിലും പറഞ്ഞിട്ട്. അപ്പൊ ഇന്ന് ഡേറ്റ് എത്ര? നാളെ രാവിലെ 5 രാവിലെയാണ് ഫ്ലൈറ്റ്. അപ്പൊ ഓരോടെല്ലാം പറഞ്ഞത് 11 12 വരുമെന്നാണ്. അപ്പൊ ഓരോ അതെല്ലാം പ്രതീക്ഷിച്ചിട്ട് നിന്നിട്ടുണ്ടാവും അല്ല? എന്താ പറയുന്ന പെട്ടിയില കെട്ടിയാ എല്ലാം പാക്കാക്കി. ഇന്ന് ലാസ്റ്റ് ഒന്നും കൂടി നെക്സ്റ്റ് ഒന്ന് വാങ്ങാണ്. അത് വാങ്ങിയിട്ടായിട്ട് ഫുള്ള് ലഗേജ് ഫുള്ള് ടീക്കാണ് ബംഗാളി. പിന്നെ ഞാൻ എന്തിപ്പോ പറയാ വെറുതെ പറയാനുണ്ടായിട്ടേ നമുക്ക്. നിനക്കെന്ത് പറയാനുണ്ടായിരുന്നില്ല? നിനക്കൊന്നും പറയാനില്ലാത്ത കാരണം പറഞ്ഞാ ലൈവ് അല്ല, ലൈവായിട്ട് ക്രാഷ് ആണെന്ന് കിട്ടണ്ടായില്ല ഗായ്സ്. അപ്പോൾ ഒരു പെട്ടെന്നുള്ള ഒരു തീരുമാനം കൊണ്ട് എൻ്റെ ഹെയർ സ്റ്റൈലിൽ മാറി നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട്. എവിടെ ദിവസം എന്തിപ്പോ നിന്നെ പെണ്ണോക്കാന്നല്ലോ. പിന്നെ ഇതിന് മുമ്പുള്ള വീഡിയോയിലില്ല, കുറേ തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയി. അപ്പൊ അതിനുള്ള വീഡിയോ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകുന്നത്. എയർപോർട്ടിലേക്ക് അല്ല, ഇവിടെ ദുബായ് എയർപോർട്ടിലേക്ക് പോയിട്ട് ആടുന്ന് നാട്ടിലേക്ക് പോകാം. എന്നെ കാണിക്കോ? ഞാൻ നേരെ ഉണ്ടാകുമ്പോൾ നോയിക്കോട്ടെ. നീ നേരെ ഉണ്ട് മോളെ, നീ എന്താക്കി ചെയ്യലാണ്. നമ്മളെ ബാഗേജ് എല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ് വിമാനത്തിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് നേരെ നമുക്ക് മംഗലാപുരത്ത് വെച്ച് കാണാം അല്ലേ? കഴിഞ്ഞെങ്കിൽ ഫ്ലൈറ്റിൽ തേടാവാം. കാർന്ന് കാണിച്ച വീടെടുക്കുമ്പോ പഴം വേണ്ടേ? ഫ്ലൈറ്റ് കൂട്ടാണ്ട് പോകുന്നോലും നമ്മളുടെ ബാക്കിയോലും കുഞ്ഞിനായിട്ട് കട അതോലും. ഓക്കെ, ബാക്കി ആൾ കാണിക്കുന്നില്ല ഗായ്സ്, നമ്മളെ മാത്രം ഗായ്സ്. അപ്പോൾ എടുത്ത ഇമിഗ്രേഷനുകൾ കഴിഞ്ഞ് നിർത്തിച്ചിനാ ഇനി എന്തോ പൊന്നോണെന്നല്ലേ പറയുന്നത്? കള്ളക്കെടുത്തുണ്ടോ എനിക്ക്? അപ്പോൾ എന്തായാലും ഉണ്ടായിട്ട. ഇതെൻ്റെ 2ാമത്തെ ടൈം. കഴിഞ്ഞ മംഗലത്തിന് വരുമ്പോൾ ഈലും എന്നെ നിർത്തിക്കാണ്ട് എങ്ങനെ ഉണ്ടാവും? ഭാഗ്യമൊക്കെ ആര് ഭാഗ്യ. വിളിക്കാൻ ഫോൺ ഉണ്ടായിട്ടാ, പുറത്തുണ്ടാവുന്ന അറിയില്ല. ആര് കൂട്ടാൻ വരുന്ന ജൂനി മാത്രം. ജൂനിക്ക് അറിയില്ല എൻ്റെ മുടി എങ്ങനെയുള്ളതെന്നുള്ള അല്ല. ജൂനിയുടെ എക്സ്പ്രഷൻ ഉണ്ടാവോ? എൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് ജൂനിയുടെ റിയാക്ഷൻ ഒന്ന് നോക്കാണ്. ഞാൻ എൻ്റെ ഹെയർ ചേഞ്ച് ആക്കി സർപ്രൈസ് ആക്കാൻ വേണ്ടി വന്നത്. ഞാനിവിടെ എയർപോർട്ടിൽ പുറത്തെത്തിയിട്ട് നോക്കുന്നു. ജൂനി ഇതോടത്ത് ഇങ്ങനത്തെ ഒരാളെ കാണുന്നില്ല. നോക്കുമ്പോഴേക്ക് നമ്മളിപ്പോ സർപ്രൈസ് ആയത് താടിയെല്ലാം വെച്ചിട്ട് ഇതാരി. ഇങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ട. ഞാൻ സർപ്രൈസ് ആക്കാൻ വേണ്ടി എന്നെ സർപ്രൈസ് ആക്കി. എന്നാലും ജൂനി റിയാക്ഷൻ വന്നില്ല. എന്റെ റിയാക്ഷൻ വന്നില്ല. പറഞ്ഞില്ലേ ആര് എന്നോട്? ഒരു സെക്കൻഡ് ഉണ്ടായി പറഞ്ഞ റൈസ് വൈഫിന് കണ്ടിന് എമിഗ്രേഷൻ കഴിഞ്ഞ് മുടിയെല്ലാം മറ്റേതാക്കിട്ടുണ്ടല്ലേ ഉണ്ട് വരുന്ന കണ്ടിന് ഞാൻ. അത് ഭയ്യ
നമ്മൾ കടന്ന് കാല് വെക്കാൻ പോവുകയാണ്. Whose car is this? അയ്യോ ഉപ്പാന്റെ മുടി എങ്ങനെയുണ്ട് ഉപ്പ? ഉപ്പാക്ക് അങ്ങനെ ആക്കിയെങ്കിലോ? മുടി വേണ്ട ഇനി സനാന്റെ പോലത്തെ റിയാക്ഷൻ എന്ത് നോക്കാം. ഉമ്മ ഒന്ന് മാറി ഇവനെപ്പാ വീടെടുത്ത് നല്ല മാറിയെന്നോ അല്ല അപ്പൊ ചെയ്തു സനാൻ്റെ അടുന്ന് ചായ കുടിച്ച് കുറച്ച് സംസാരിച്ച് എൻ്റെ അവിടെ നമ്മൾ നേരെ റിട്ടേൺ ഇറങ്ങി. നമ്മൾ നേരത്തെ പൊരുക്ക് വന്നിട്ട് നമ്മൾ ഹൈ ഉണ്ടായിട്ട് അപ്പം ഞങ്ങൾ കുഞ്ഞി അങ്ങനെ എന്താക്കി നമ്മൾ നേരെ സനാൻ്റെ പൊരുക്ക് പോയി. സനാൻ്റെ പൊരുക്ക് പോയിട്ട് റിട്ടേൺ വരുമ്പോഴേക്ക് ഓർ വന്നിട്ടുണ്ട്. അങ്ങനെ ഹൈൻ്റെ റിയാക്ഷനും കിട്ടി. അപ്പോൾ നമ്മൾ ഇന്നത്തെ കലാപരിപാടിയെല്ലാം കഴിഞ്ഞ് വിചാരിക്കാത്ത കുറെ എക്സ്പ്രഷനും റിയാക്ഷനും കിട്ടി. അൽഹംദുലില്ലാ എല്ലാവരും ഹാപ്പി, നമ്മളും ഹാപ്പി. പിന്നെ ഒന്നാമത് ഉറക്കില്ലാത്തതുകൊണ്ട് ഭയങ്കര ടയർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ക്ലിപ്സ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ട് എല്ലാം ഫുള്ള് കണ്ടിന്യൂ ആയിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ട് എല്ലാം പകുതി മാക്സിമം കഴിയുന്ന പോലെ എടുത്തിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ തീർക്കുന്നു. ബൈ.